السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى وآل كل والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. കിതാബുൽ ഉളുഹിയ്യ, ഉളുഹിയ്യത്തിനെ സംബന്ധിച്ചുള്ള കിതാബാണ്. ഹിയ ഉളുഹിയ്യത്താകുന്നത്, അതിൻ്റെ ഖബർ വരുന്നേ ഉള്ളൂ. നെക്സ്റ്റ് സുന്നത്തുൻ, സുന്നത്താണ് എന്നാണ് മത്തിന്. ഹിയ സുന്നത്തുൻ, അത് സുന്നത്താണ്. അപ്പോൾ ഹിയൻ്റെ ഖബർ നെക്സ്റ്റ് വരുന്ന മത്തിനാണ് സുന്നത്തുൻ എന്നുള്ള മത്തിനാണ്, അത് സുന്നത്താണ്. അതിൻ്റെ ഇടയിൽ മറ്റു ചില വിഷയങ്ങളാണ്. ബി കസരിൽ ഹംസത്തി, ഉളുഹിയ്യത്ത് എന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള ഹംസിനിക്ക് കസർ കൊണ്ടും ഓതപ്പെടും. ഉളുഹിയ്യത്ത് എന്ന്. വലമ്മിഹ, ഹംസനിക്ക് ലമ്മു കൊണ്ടും ഓതപ്പെടുന്നുണ്ട് ഉളുഹിയ്യത്ത്. മാ തഖ്ഫീഫിൽ യാഇ, യാഇനിക്ക് തഖ്ഫീഫോട് കൂടെ, അഥവാ ഷദ്ദില്ലാത്ത യാ. അപ്പോൾ ഇളുഹിയ്യത്ത് ഉളുഹിയ്യത്ത്. വ തഷ്ദീദിഹ, യാനിക്ക് ഷദ്ദോട് കൂടെ. അപ്പോൾ ഉളുഹിയ്യത്ത് ഇളുഹിയ്യത്ത്. അപ്പോൾ 4 ലുഗത്തായി. ഉളുഹിയ്യത്ത് ഉളുഹിയ്യത്ത്, ഇൽഹിയ്യത്ത് ഇൽഹിയ്യത്ത്. ഇങ്ങനെ ഉളുഹിയ്യത്തിൻ്റെ മാന മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല ഫി സമനിൽ ആത്തി എന്നാണ്. അതാണ് ഉളുഹിയ്യത്തിൻ്റെ ഡെഫിനിഷൻ. മാ യുദ്ബഹു, മാ ഒരു മൃഗമാണ്. യുദ്ബഹു, അതിനെ ദബ്ഹ് ചെയ്യപ്പെടും, അറുക്കപ്പെടും. എന്തിൽ നിന്ന്? മിനൻ നഅമി, ആട്, മാട്, ഒട്ടകത്തിൽ നിന്നിട്ട്. തഖർറുബൻ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി. ഫി സമനിൽ ആത്തി, ശേഷം വിശദീകരിക്കുന്ന സമയത്ത്, അഥവാ ഉളുഹിയ്യത്ത് അറക്കേണ്ട സമയം എപ്പോഴാണ് എന്ന് പിന്നീട് പറയുന്നുണ്ട്. ആ ഫിക്സ്ഡ് പീരിയഡിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ആടുമാട് ഒട്ടകത്തിൽ നിന്ന് അറുക്കപ്പെടുന്ന മൃഗം എന്നാണ് ഉളുഹിയ്യത്തിൻ്റെ അർത്ഥം. ഈ അർത്ഥം വളരെ ശ്രദ്ധേയമാണ്. കാരണം ആദ്യം തന്നെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉളുഹിയ്യത്ത് എന്ന പദം ഒരു മൃഗത്തെ സംബന്ധിച്ച് ഇത് എൻ്റെ ഉളുഹിയ്യത്താണ് എന്ന് പറഞ്ഞാൽ ആ മൃഗം അവിടെ നിർബന്ധമാകുന്നുണ്ട്, അറുത്തു കൊടുക്കൽ ഉജൂബാകുന്നുണ്ട്. നദറിനോട് മുൽഹക്കാണത്. അതുകൊണ്ട് സ്വന്തത്തിന് അർത്താൽ സ്വന്തത്തിനെടുക്കാൻ പാടില്ല, ഹറാമാണ്. അത് മുഴുവനും സദക്ക ചെയ്യൽ ഉജൂബാണ് എന്നൊക്കെ മസാല പിന്നീട് വരും. അവിടെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരലുണ്ട്. ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാകുന്നുണ്ടെങ്കിൽ ചില ആൾ കുർബാനി എന്ന് പറയുന്നു. അപ്പോൾ കുർബാനി എന്ന് പറഞ്ഞാൽ ഇതേ ഹുക്കുമാകുമോ എന്ന് ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി ഇവിടെ നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. കുർബാനി എന്ന് പറഞ്ഞാൽ എന്താകൂല? നിർബന്ധമാകൂല. കാരണം കുർബാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയുള്ളതെന്നാണ്. അത് ആടുമാട് ഒട്ടകമാവണമെന്നില്ല, നിശ്ചിതമായ പീരീഡിൽ ആയിക്കൊള്ളണമെന്നില്ല. അത് പലതും ആവാം അള്ളാഹുലേക്ക് അടുപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുർബാൻ എന്ന് പറഞ്ഞാൽ അത് ആ മൃഗം എന്താവൂല, ആ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് നിർബന്ധമാകൂല എന്ന് ഈ ഡെഫിനിഷനിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ മാ യുദ്ബഹു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല ഫി സമനിൽ ആത്തി, അല്ലെങ്കിൽ ഫി സമനിൽ മുഅയ്യൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വയുഖാലു, ഇതിനിക്ക് പറയപ്പെടും ലഹിയ്യത്തൻ എന്നും പറയപ്പെടും. ലഹിയ്യത്ത്. അതുപോലെ വ അൽഹാത്തൻ, അൽഹാത്ത് എന്നും പറയപ്പെടും, ഇൽഹാത്ത് എന്നും പറയപ്പെടും. ബിഫത്തിഹി അവ്വലി കുല്ലിൻ
രണ്ടിൻ്റെയും ആദ്യത്തിനിക്ക് ഫത്ത് കൊണ്ട് ലഹിയത്ത് അൽഹാത്ത്, വക്കസ്രിഹി കസ്ർ കൊണ്ടും ലിഹിയത്ത് ഇൽഹാത്ത്. അപ്പോൾ ഇവിടെയും 4ആയി. ലഹിയത്ത് ലഹിയത്ത് അൽഹാത്ത് ഇൽഹാത്ത്, അവിടെ 4 അങ്ങനെ മൊത്തം 8ആയി. സുമ്മിയത്ത് ഈ മൃഗത്തിനിക്ക് അഥവാ പെരുന്നാളിൻ്റെന്നും അയ്യാമു തശ്രീഖിൻ്റെയും ഈ 4 ദിവസത്തിലാണല്ലോ ലുഹിയത്തിൻ്റെ മൃഗം അറുത്തു കൊടുക്കേണ്ടത്. അതാണ് അസമനുൽ ആത്തി എന്ന് പറയുന്നത്, ആ മുഅയ്യനായ സമയം. ആ മുഅയ്യനായ സമയത്ത് അറുത്തു കൊടുക്കപ്പെടുന്ന മൃഗത്തിനിക്ക് ഉലഹിയത്ത് എന്ന് പേര് വെക്കാൻ കാരണം എന്തേ? അന്നൊരു ബോരി അറുക്കുന്നു, ആ ബോരിക്ക് ഉലഹിയത്ത് എന്ന പേര് എന്തുകൊണ്ട് വന്നു? അത് സുമ്മിയത്ത് പേര് വെക്കപ്പെട്ടിരിക്കുന്നു ബി ഔവലി അസ്മിനത്തി ഫിഅലിഹ, ആ ഉലഹിയത്ത് ചെയ്യുന്ന സമയത്തിൻ്റെ ആദ്യത്ത് കൊണ്ട് അതിന് പേര് വെക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഇതിൻ്റെ സമയം കടക്കുന്നത് ലുഹാൻ്റെ സമയം കടക്കുന്നത് പോലെ തന്നെ സൂര്യൻ ഉദിച്ച് ആകുമ്പോഴാണല്ലോ ഇതിൻ്റെ സമയം കിടക്കുന്നത്. അതുകൊണ്ട് ലുഹാൻ്റെ സമയത്തിലാണ് ഇതിൻ്റെ സമയം വരുന്നത്. അതുകൊണ്ട് അതാണ് അതിൻ്റെ തുടക്ക സമയം എന്ന നിലക്കാണ് ഇതിന് അതിലേക്ക് ചേർക്കപ്പെട്ട ലുഹ എന്നതിൽ നിന്നിട്ട് പിടിച്ചെടുക്കപ്പെട്ട പേര് ഇതിലേക്ക് വരാൻ കാരണം അതാണ്. വേറെ ചില കിതാബിൻ്റെ മഹ്ഖൂദത്തും മിനൽ ലഹ്വത്തി എന്നാണ്, ലഹ്വത്ത് നിന്ന് പിടിക്കപ്പെട്ടു. അപ്പോൾ പേര് വെക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പിടിച്ച് ഇതിലേക്ക് പേര് വെക്കപ്പെട്ടു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. വഹുവ വഖത്തുൽ ലുഹ, ഏതാണ് അവല്, പിന്നെ ആ സമയം ഏതാണ്? ലുഹാൻ്റെ സമയമാണ്. അതാണല്ലോ ആദ്യം. പിന്നെ അതിൻ്റെ ശേഷവും ലുഹാൻ്റെ സമയം മാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ളല്ലോ. അപ്പോൾ ലുഹാൻ്റെ സമയം ഇതിൻ്റെ അവല് സമയമാണ്. അതാണ് വല്ലസുലു എന്ന എനിക്ക് തെളിവെന്താണ്? ഉലഹിയത്ത് അർത്ഥ കൊടുക്കുന്നതിലേക്ക് തെളിവ് അടിസ്ഥാനം എന്താണ്? ശറഅലി അതിൻ്റെ അടിസ്ഥാനം എനിക്ക് തെളിവെന്താണ്? ഫി മശ്റൂഇയ്യത്തിഹ, ഉലിയത്ത് ശറഅക്കപ്പെടുന്ന വിഷയത്തിലുള്ള അടിസ്ഥാനം അൽ കിതാബു വസുന്നത്തു വ ഇജ്മാഉൽ ഉമ്മ. അതെനിക്ക് തെളിവ് വിശുദ്ധ ഖുർആനാണ്, സുന്നത്താണ്, ഇജ്മാഉൽ ഉമ്മത്താണ്. അവിടെ തർത്തീബ് സാധാരണ പറയുന്ന തർത്തീബ് അള്ളാഹുവിൻ്റെ ഖുർആനാണല്ലോ ആദ്യം മുന്തിക്കപ്പെടേണ്ടത്. ഇജ്മാഉൽ ഉമ്മ അവസാനം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഖത്ഈയായ തെളിവ് ഇജ്മാഅാണ്. ഖുർആൻ ഖത്ഈയാണെങ്കിലും അതിൻ്റെ മഫ്ഹൂമാത്തുകൾ, അതിൻ്റെ മഅനകൾ, മദ്ലൂലാത്തുകൾ ലന്നിയാണ്. അപ്പോൾ ഇരിക്കട്ടെ, അത് വേറെ വിഷയമാണ്. വറവത്തിർമുദിയു വൽ ഹാക്കിം, ഇതിന് തെളിവ് കൊടുക്കുകയാണ്. അതിൻ്റെ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസ് ഇവിടെ കൊടുക്കുകയാണ്. തിർമുദിയും ഹാക്കിമും റിപ്പോർട്ടാക്കിയിരിക്കുന്നു. ഓ സ്വഹീഹുൻ, അത് സ്വഹീഹാണ് ആ റിപ്പോർട്ട്. പക്ഷേ ലാക്കിൻ അലാ നിസാഇൻ ഫീഹി, അതിൽ ചില തർക്കമുണ്ട്, അഭിപ്രായ ഭിന്നത ഉണ്ട് അത് സ്വഹീഹാണെന്ന വിഷയത്തിൽ. എന്തിനാണ് റിപ്പോർട്ടാക്കിയത്? ഖബറ മാ അമില ബിഹി ഇബ്നു ആദമ യൗമൻ നഹരി മിൻ അമലിൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഇറാഖത്തിദ്ദം, മിൻ ഇറാഖത്തിൻ ലിദമിൻ. എൻ്റെ കയ്യിലുള്ള കിതാബിൽ മിൻ ഇറാഖത്തിൻ ലിദമി എന്നാണ് കാണുന്നത് ഗൾഫ് അച്ചടിയിൽ. ഇന്ത്യൻ അച്ചടി ഇവിടെ എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങൾ നോക്കി, മിൻ ഇറാഖത്തിദ്ദം എന്നാണോ ഉള്ളത്, പിന്നെ മിൻ ഇറാഖത്തിൻ ലിദമിൻ എന്നാണോ ഉള്ളത് എന്ന് ശ്രദ്ധിക്കുക. ഏതായാലും വായിക്കട്ടെ. ഇന്നഹാല തഅ്തി യൗമൽ ഖിയാമത്തി ബി ഖുറൂനിഹ വ അല്ലാഫിഹ. പിന്നെ ഒരു മിനിറ്റ്, ഈ ഹദീസ് യഥാർത്ഥത്തിൽ ഇവിടെ ഇബ്നു ഹജർ തങ്ങൾ കൊടുത്തതുപോലെയുള്ള ഹദീസല്ല ഹദീസിൻ്റെ കിതാബുകളിലുള്ളത്. ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നഹാല തഅ്തി യൗമൽ ഖിയാമത്തി ബി ഖുറൂനിഹ വ അദ്ലാഫിഹ വ ഇന്നദ്ദമ ലയഖഉ. ഒരു മിനിറ്റ്, ഹദീസിലുള്ളത് ഇങ്ങനെയാണ്. ഇബ്നു മാജ റിപ്പോർട്ടാക്കിയത് മാ അമില ഇബ്നു ആദമ യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല
മിൻ ഹിറാഖത്തിൽ ദമിൻ, മിൻ ഹിറാഖത്ത് ഹ ആണ് അവിടെ ഉള്ളത്. വഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅല്ലാഫിഹാ വഅശ്ആരിഹാ വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർദ് ഫതീബു ബിഹാ നഫ്സൻ. ഇത് ഇബ്നു മാജന്റെ റിവായത്ത് അങ്ങനെയാണ്. മൂപ്പരിപ്പടെ തിർമുദി പറഞ്ഞല്ലോ, തിർമുദിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ്. ആയിഷബിയാണ് ഈ ഹദീസൊക്കെ റിപ്പോർട്ടാക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മാ അമില ആദമിയ്യുൻ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹി തആല മിൻ ഇഹ്റാഖിദ്ദം ഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅല്ലാഫിഹാ വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി ബിമകാനിൻ ഖബ്ല അൻ യഖഅ മിനൽ അർളി ഫതീബു ബിഹാ നഫ്സൻ. ഇങ്ങനെയാണ് ഹാക്കിം റിപ്പോർട്ടാക്കിയത്. മാ തുഖർറിബ ഇലല്ലാഹി തആല യൗമൻ നഹരി ബിശൈഇൻ ഹുവ അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദം വഇന്നഹാ ലതഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹാ വഅശ്ആരിഹാ വഅല്ലാഫിഹാ വഇന്ന അദ്ദമ ലയഖഉ മിനല്ലാഹി തആല ബിമകാനിൻ ഖബ്ല അൻ യഖഅ അലൽ അർളി ഫതീബു ബിഹാ നഫ്സൻ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൊടുത്ത റിവായത്ത് ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതായത് മാ അമില ബിഹി എന്ന് ഇവിടെ ഒരു ബിഹി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹദീസുകളിൽ എവിടെയും അങ്ങനെ ബിഹി അവിടെ ഇല്ല. കാരണം ശേഷം മാ അമിലബുനു ആദം ഹദീസിലൊക്കെ ഉള്ളത് അങ്ങനെ മാ അമിലബുനു ആദം. അതിൻ്റെ ഇടയ്ക്ക് മാ അമിലിൻ്റെയും ഇബ്നു ആദമിൻ്റെ ഇടയ്ക്കും ചിലതിൽ ഇബ്നു ആദം എന്നുണ്ട്, ചിലതിൽ ആദമിയുണ്ട്. മാ അമില ആദമിയുൻ, ചില റിപ്പോർട്ടിൽ മാ അമില ഇബ്നു ആദം. പക്ഷേ അത് എങ്ങനെയാണെങ്കിലും അത് രണ്ടിൻ്റെ ഇടയ്ക്ക് ബിഹി കൊണ്ടുള്ളൊരു ഫസ്ൽ ഇല്ല. ഹദീസിൻ്റെ കിതാബുകളിൽ ഇപ്പോഴുള്ള റിപ്പോർട്ടിൽ എവിടെയും ഇല്ല. അപ്പോൾ മൂപ്പര് ചിലപ്പോൾ മായന കൊണ്ട് റിവായത്താക്കിയതാണോ അല്ലാഹു അലം. അപ്പോൾ മാ അമിലബുനു ആദമ യൗമൻ നഹരി മിൻ അമലിൻ എന്നുള്ളത് തിർമുദിലുണ്ട്. ചിലതിൽ അമലൻ എന്നുണ്ട് മിന്നില്ലാതെ, ചിലതിൽ തിർമുദിൻ്റെ റിപ്പോർട്ടിൽ മിൻ അമലുണ്ട്. മാ അമില മാ നഫീൻ്റെ നാഫിയത്താണ്. മാ അമില ഇബ്നു ആദമ, മനുഷ്യൻ അമൽ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ബിഹി എന്നതിലൂടെ ആ ഒരു ആവശ്യമില്ല. പെരുന്നാൾ ദിവസത്തിൽ അമൽ ചെയ്തിട്ടില്ല. മിൻ അമലിൻ, ഒരു അമലിനെയും ചെയ്തിട്ടില്ല. അവിടെ മിൻ അമലിൻ ഉള്ളത് കൊണ്ട് പിന്നെ ബിഹീൻ്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. ഏതിരുന്നാലും ഇരിക്കട്ടെ, മാ അമില അമൽ ചെയ്തിട്ടില്ല, ബിഹി അമൽ കൊണ്ട് ഹാമിലയിൽ നിന്നുള്ള ഒരു മസ്തറിലേക്ക് ലമീർ മടക്കേണ്ടി വരും. മാ അമില അമൽ ചെയ്തിട്ടില്ല, ബിഹി ആ ഒരു അമൽ കൊണ്ട് എന്നാക്കേണ്ടി വരും. പിന്നെ മനുഷ്യൻ അമൽ ചെയ്തിട്ടില്ല, മിൻ അമലിന് ശേഷം ഉള്ളതുകൊണ്ട് രണ്ടാമതോടെ ഒരു തക്രാറും ആകുന്നുണ്ട്. ഏതിരുന്നാലും ഇരിക്കട്ടെ, ഹദീസിൻ്റെ സനദുകൾ റിപ്പോർട്ടുകളിൽ നിന്നും അങ്ങനെയില്ല. അഹബ്ബ ഇലല്ലാഹി തആല, അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിനെ അമൽ ചെയ്തിട്ടില്ല. മിൻ ഇറാഖത്തിൻ ലിദമിൻ, രക്തം ഒലിപ്പിക്കുന്നതിനേക്കാൾ അള്ളാഹുവിനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലിനെ അമൽ ചെയ്തിട്ടില്ല. ഇന്നഹാ ലതഅതി, നിശ്ചയമായിട്ടും അത് വരും. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ വരും ഈ മൃഗം. ബിഖുറൂനിഹാ വഅല്ലാഫിഹാ, അതിൻ്റെ കൊമ്പുകളോടുകൂടിയും അതിൻ്റെ കുളമ്പുകളോടുകൂടി വരും. അഥവാ വരും എന്ന് പറഞ്ഞാൽ നാളെ സൽക്കർമ്മങ്ങൾ തൂക്കുന്ന മീസാനുണ്ട്. ആ മീസാനിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ തൂക്കുമ്പോൾ ഈ മൃഗത്തിനെ തന്നെ അവിടെ വെക്കുമ്പോൾ തൂക്കാൻ വേണ്ടി വരുമ്പോൾ പൊസിന് കൂടുമല്ലോ. അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഭാഗങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതായിട്ട് വന്നാൽ അതിൻ്റെ ഘനം കുറയുമല്ലോ. അപ്പോൾ വിച്ഛേദിക്കപ്പെട്ട നിലക്കല്ല, അതിൻ്റെ കൊമ്പടക്കം അതിൻ്റെ കുളമ്പടക്കം വരും, അപ്പോൾ വസ്ന് കൂടും എന്നർത്ഥം. വ ഇന്നദ്ദമ, നിശ്ചയമായും രക്തം, ലയഖഉ മിനല്ലാഹി, അത് സംഭവിക്കും അള്ളാഹുവിൽ നിന്നിട്ട്, അഥവാ അള്ളാഹുവിൻ്റെ അടുത്ത് അത് സംഭവിക്കും. ബിമക്കാനിൻ, ഒരു സ്ഥലത്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ അമലിനെ സ്വീകരിക്കൂ എന്നാണ്. അതിൻ്റെ തൊട്ട് ഒരു കിനായത്തിൻ്റെ പ്രയോഗമാണ്. അള്ളാഹു തആല അമലിനെ അമൽ ഖബൂൽ ചെയ്യും. ഖബ്ല അൻ യഖഅ അലൽ അർളി, ആ രക്തം ഭൂമിയിലേക്ക് വീഴുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് മഖ്ബൂലായി കഴിഞ്ഞു, അള്ളാഹു തആല സ്വീകരിച്ച് കഴിഞ്ഞു എന്നർത്ഥം. ഫതീബു, അതുകൊണ്ട് നിങ്ങൾ നന്നാവുക. ബിഹാ, ഉളുഹിയത്ത് കൊണ്ട്, നഫ്സൻ, നഫ്സാൽ നന്നാവുക, തമ്മീസാണ്. അഥവാ നിങ്ങളെ നഫ്സ് അതിനെ വെറുക്കരുത്, കാരിഹത്താകരുത്. ഈ മൃഗത്തിന് അർത്ഥത്തിൻ്റെ പേരിൽ നിങ്ങൾ വെറുക്കുന്നവരാകരുത്. നല്ല മനസ്സുള്ളവരാകണം, സംതൃപ്തരാകണം, മനസ്സംതൃപ്തിയോടുകൂടെ നടത്തണം. നല്ല ഒരു അതിൽ പൊരുത്തം ഉണ്ടായിരിക്കണം എന്നർത്ഥം. വൽ ഖബറുൽ മദ്കൂറു, പറയപ്പെട്ട ഹദീസ്,
ഇവിടെ ഫിർ റാഫി, റാഫിയിൽ പറയപ്പെട്ടത്. റാഫി എന്ന് പറഞ്ഞാൽ ഇമാം റാഫി തൻ്റെ കിതാബിൽ പറഞ്ഞത് എന്നാണ് ഉദ്ദേശം. തൊഹഫൻ്റെ ശൈലിയും പ്രയോഗങ്ങൾ അങ്ങനെയാണ്. വഗൈരിഹി, റാഫി ഇമാം അല്ലാത്തവരും ഉദ്ധരിച്ചത് എന്നർത്ഥം. റാഫി ഇമാമിൻ്റെ ഏത് കിതാബിലും അല്ലാഹു അലം. റാഫി ഇമാമിൻ്റെ ഷറഉൽ കബീറിലൊക്കെ നോക്കി, അതിൽ കാണുന്നില്ല. മുഹററിലും എനിക്ക് കണ്ടിട്ടില്ല. റാഫി ഇമാമിൻ്റെ വേറെ ഏതെങ്കിലും കിതാബിലുണ്ടായിരിക്കാം, അല്ലാഹു അലം. അപ്പോൾ റാഫി ഇമാം ഉദ്ധരിച്ച ഹദീസ് എന്നർത്ഥം. റാഫി ഇമാം മാത്രമല്ല, ഒരുപാട് ആളുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഗൈർ. അള്ളിമു ലഹായാക്കും ഫഇന്നഹാ അലസ്സിറാത്തി മത്വായാക്കും എന്നൊരു ഹദീസ്. നിങ്ങൾ ഉളുഹിയ്യത്തിൻ്റെ മൃഗത്തിനെ ആദരിക്കണേ, കാരണം അത് സിറാത്ത് പാലത്തിൻ്റെ മേലെ നിങ്ങൾക്കുള്ള വാഹനമാണ് എന്ന് പറഞ്ഞു. ഖാല ഇബ്നു സ്വലാഹ്, ഇബ്നു സ്വലാഹ് ഈ ഹദീസിനെ സംബന്ധിച്ച്, ഈ ഹദീസാകുന്നത് വൽ ഖബർ മുബ്തദയാണ്, അതിൻ്റെ ഖബറാണ് പറയാൻ പോകുന്നത്. ഖാല ഇബ്നു സ്വലാഹ്, മഹാനായ ഇമാം ഇബ്നു സ്വലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, ഗൈറു സാബിത്തിൻ, അത് സ്ഥിരപ്പെട്ടതല്ല. ഇബ്നു സ്വലാഹ് ഫഖീഹിയാണ്, മുഹദ്ദിസുമാണ്. അതുകൊണ്ടാണ് മൂപ്പരെ അങ്ങനെ മുഹദ്ദിസും ആയതുകൊണ്ട് എന്താക്കിയത്, മൂപ്പര് ഇത് സാബിത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് മൂപ്പരെ പേര് ഉദ്ധരിക്കാൻ കാരണം അതായിരിക്കാം. മുഖദ്ദിമത്ത് ഇബ്നു സ്വലാഹ് എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ നിരൂപണ ശാസ്ത്രത്തിലൊരു കിതാബുണ്ടല്ലോ, വളരെ മഷൂറായ മുഖദ്ദിമത്ത് ഇബ്നു സ്വലാഹ് എന്ന് പറഞ്ഞ ചെറിയൊരു കിതാബുണ്ട്. അപ്പോൾ മൂപ്പര് മുഹദ്ദിസും കൂടിയാണ്. അപ്പോൾ ആ ഹദീസ് സാബിത്തല്ല എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഏതിരുന്നാലും സുമ്മ മദ്ഹബുന, പിന്നെ നമ്മുടെ മദ്ഹബ്, അന്ന തളഹിയ്യത്ത, ഉളുഹിയ്യത്താകുന്നത്, ഉളുഹിയ്യത്ത് എന്നുള്ളത് ഇപ്പോൾ മസ്തറായി, ഉളുഹിയ്യത്ത് അർക്കൽ എന്ന മനക്കാണ്, ഉളുഹിയ്യത്തിൻ്റെ മൃഗം എന്നല്ല. ഉളുഹിയ്യത്ത് അർക്കുക എന്ന ആ ക്രിയ സുന്നത്തുൻ, സുന്നത്താണ്. മത്തലിലേക്ക് നോക്കുമ്പോൾ ഹിയ സുന്നത്തുൻ എന്നാണ്. ഇവിടെ അതിന് ഷറഹിൽ തൽഹിയത്ത് സുന്നത്താണെന്ന് പറഞ്ഞു. ഹിയ എന്നുള്ള അമീർ മടങ്ങുന്നത് ഉലുഹിയത്തിലേക്കാണ്. അപ്പോൾ ഉലുഹിയത്തിൻ്റെ മൃഗം സുന്നത്താണ് എന്ന് വന്നു. മത്തിലേക്ക് നോക്കുമ്പോൾ, ഷറഹിലേക്ക് നോക്കുമ്പോൾ ഉലുഹിയത്ത് അർക്കൽ സുന്നത്താണ് എന്ന് വരുന്നു. അതിൻ്റെ ചർച്ച പിന്നീട് വരുന്നുണ്ട്. ഫി ഹക്കിന, നമ്മുടെ ഹക്കിൽ സുന്നത്താണ്. നമ്മുടെ ഹക്കിൽ എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്കിലേക്ക് ചേർത്തിട്ട് അതിനെ തൊട്ട് ഇഹ്തിറാസ് ചെയ്യാൻ വേണ്ടിയാണ്. ഹനഫികളെ തൊട്ട് ആവാം, കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വുജൂബാണ് ഉളുഹിയ്യത്ത് അർക്കൽ എന്നാണ്. നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്തുമാണ്. ലിഹുറിൻ, ഹുറിനിക്ക് സുന്നത്താണ്. ഔ മുബഅലിൻ, പൂർണ്ണനല്ലാത്ത പകുതി അടിമ പകുതി ഹുറ്, അവനിക്കും സുന്നത്താണ്. പിന്നെ ആരായിരിക്കണം? മുസ്ലിമിൻ, മുസ്ലിമായ, കാഫിറിനിക്കല്ല. മുകല്ലഫ്, പ്രായപൂർത്തിയായവനായിരിക്കണം. റഷീദായിരിക്കണം. കാരണം തബറുആത്തുകളാണ് ഇത്. തബറുആത്ത് ചെയ്യണമെങ്കിൽ റഷീദാവണം എന്ന നിയമമുണ്ട്. റഷീദ് എന്ന് പറഞ്ഞാൽ, റുഷ്ദ് എന്ന് പറഞ്ഞാൽ അസ്വലാഹിയത്തു ഫിദ്ദീനി വൽ മാൽ, ദീനിലും മാലിലും സ്വലാഹിയത്തുണ്ടായിരിക്കുക എന്നതാണല്ലോ റുഷ്ദ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റഷീദ് എന്നിവിടെ പ്രത്യേകമായി കൈത് കൊടുക്കാൻ കാരണം. ഇത് തബറുആത്താണ്, സൗജന്യ ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതുകളൊക്കെ, നിർബന്ധമല്ലല്ലോ. അതുകൊണ്ട് റഷീദായിരിക്കണം. നഅം. എന്നാൽ അപ്പോൾ റഷീദ് അല്ലാത്ത, മുക്കല്ലഫ് അല്ലാത്ത ഇവരാകുമ്പോൾ അവർക്കില്ല എന്നല്ലേ വന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ വരുന്ന ധ്വനി അതിൽ നിന്ന് ഇസ്തിദ്റാക്കാണ്. നഅം ലിൽ വലിയി, വലിയിനിക്കുണ്ട്. വലിയി എന്ന് പറഞ്ഞാൽ ഏത് വലിയ്? അൽ അബി അവിൽ ജദ്ദി, ബാപ്പയോ ജദ്ദോ. അല്ലാത്തവർക്കില്ല, സഹോദരന്മാർക്കൊന്നുമില്ല. അബുനിക്കും ജദ്ദിനിക്കും ആ വലിയനിക്ക് ഉണ്ട്. ലാ ഗൈറു, വേറെ ആർക്കുമില്ല. അത്തൽഹിയ്യത്തു, ഉളുഹിയ്യത്ത് അർത്ഥം കൊടുക്കലുണ്ട്. അൻ മൗലിയിഹി, അവരെ മൗലിനെ തൊട്ട്, അഥവാ കുട്ടികളെ തൊട്ട്, ചെറിയ കുട്ടി, പ്രായപൂർത്തിയാവാത്ത. പക്ഷേ ഏത് മുതലിൽ നിന്നിട്ട്, കുട്ടീൻ്റെ മുതലിൽ നിന്നിട്ട് പറ്റൂല. കാരണം ഇത് തബറുആത്തിൽപ്പെട്ടതാണ്. തബറുആത്ത് കുട്ടീൻ്റെ മുതലിൽ നിന്ന് ചെയ്യാൻ പാടില്ല. പിന്നെ ആര് കൊടുക്കണം? മാലി നഫ്സിഹി, വലിയൻ്റെ സ്വന്തം മുതലിൽ നിന്നിട്ട്, വലിയൻ്റെ മുതലിൽ നിന്നിട്ട് കിടാവിൻ്റെ പേരിൽ ഉളുഹിയ്യത്ത് അർത്ഥം കൊടുക്കാം. പിന്നെ ഇപ്പോൾ മറ്റൊരാളെ തൊട്ട് ഉളുഹിയ്യത്ത് അർത്ഥം കൊടുക്കണമെങ്കിൽ ഇതിന് വേണം, ഇതിനില്ലാതെ പറ്റൂലല്ലോ. അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാപ്പക്ക് ജദ്ദക്ക് ഇതിനില്ലാതെ ചെയ്യാമല്ലോ. നിക്കാഹിൻ്റെ അടുത്തും അങ്ങനെ തന്നെയാണല്ലോ. അതേസമയത്ത് ബാപ്പ ജദ്ദല്ലാത്തവർക്ക് എന്താണെന്നില്ല, ഇതിനില്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് പാടില്ല എന്ന് വരാൻ കാരണം, ഒരു കാരണം അത് തന്നെയാണ്. അവർക്ക് സമ്മതം, ഈ കുട്ടിൻ്റെ സമ്മതം അവർക്ക് വാങ്ങാൻ പറ്റൂല. സമ്മതമില്ലാതെ തന്നെ അവൻ്റെ അത് കൊടുക്കാനും പാടില്ല. കമാ എഴുത്തി.
ഖാദിരിൻ, പിന്നെ ആരായ ഖാദിറായ ആവതുള്ളവൻ. കുറെ കഴിഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ഖാദിരിൻ ബി അൻ ഫളുല അൻ ഹാജത്തി മമൂനിഹി, എങ്ങനെ ഖാദിറായിരിക്കണം? മിഞ്ചല് കൊണ്ട്. അൻ ഹാജത്തി മമൂനിഹി, അവൻ ചെലവൊടുക്കൽ നിർബന്ധമായവരുടെ ഹാജത്തിനെ തൊട്ട്. അതിൽ അവനും പെട്ടു. കാരണം അവനും അവൻ്റെ മമൂൻ തന്നെയാണ്, അവൻ്റെ ചിലവൻ കൊടുക്കണം, അവൻ നോക്കണമല്ലോ. അവനും അവൻ്റെ ശരീരവും അവൻ ചിലവെടുക്കൽ നിർബന്ധമായവരുടെ ഹാജത്തെ തൊട്ട് മിഞ്ചണം. മാമറ മിഞ്ചണം. ഇവിടെ ഫി സദഖത്തി തത്തവഴി, സദഖത്തു തത്തവഴി 7-ാം ജുസിൽ കസ്മു സദഖാത്ത്, പിന്നെ സക്കാത്ത് ഓരി ചെയ്യുന്ന മസാലകൾ പറഞ്ഞതിന് ശേഷം സദഖത്തു തത്തവഴിൻ്റെ മസാലയുണ്ട്, ബാബുണ്ട്, അവിടെ നോക്കിക്കോളി. സുന്നത്തായ സദക്ക ചെയ്യണമെങ്കിൽ ആര് ചെയ്യാൻ പറ്റും എന്നുള്ള മസാല അവിടെ പറയുന്നുണ്ട് 7-ാം ജുസിൽ, അവിടെ നോക്കിക്കോളി. വലൗ മുസാഫിറൻ, അത് മുസാഫിറാണെങ്കിലും ശരി, യാത്ര പോകുന്ന ആൾ, അയാളിപ്പോൾ ജർണിയിലാണുള്ളത്, യാത്രക്കാരനാണ്, എങ്കിലും അയാൾക്ക് ഉളുഹിയത്ത് അറുത്ത് കൊടുക്കൽ സുന്നത്തുണ്ട്. സൗകര്യമായെങ്കിൽ കൊടുക്കണം. ബദവിയൻ, ബദവിക്കാരനാണെങ്കിലും ശരി. ബദവി എന്ന് പറഞ്ഞാൽ ബാദിയത്തിലേക്ക് മൻസൂബായവനാണ്, ഗൈർ ഖിയാസിയായിട്ട്. ബദവി ബദവി നിസ്ബത്തുൻ ഇലൽ ബാദിയത്തി അല ഗൈരി ഖിയാസ് എന്നാണ്. ബാദിയത്ത് സാധാരണ വരും. ബാദിയത്തിന് ഫലാഉൻ വാസിഉൻ ഫീഹി അൽ മർഅ വൽ മാഉ, വിശാലമായ ഒരു സ്ഥലം, ഒരു മൈതാനി ഗ്രൗണ്ട് പോലത്തെ കുന്ന്, അതിൽ പിന്നെ മൃഗങ്ങൾ, ഒട്ടകം, ആട് മേഞ്ഞ് തിന്നുന്ന പുല്ലുകൾ, സസ്യങ്ങളുണ്ട്, വെള്ളമുണ്ട്. അവിടെ ആട് മേയിച്ചുകൊണ്ടും പിന്നെ മൃഗങ്ങൾ മേയിച്ചുകൊണ്ടും ഉണ്ടാവും. നാടോടികൾ എന്നൊക്കെ പറയും, നാടോടികൾ. അവരാണെങ്കിലും ശരി. വഹാജൻ, ഹജ്ജിന് പോയ ആളാണ്. ബി മിനൻ, മിനയിലുള്ള ആൾ, അന്ന് 10 അയാൾ മിനയിലുണ്ട്, അല്ലെങ്കിൽ ബാക്കി 4 എവിടെയെങ്കിലും ഉണ്ട്, മിനയിലുണ്ട്. അവിടെ ഉള്ളവനാണ്. എന്നാലും അയാൾക്ക് എന്തുണ്ട്? ഉളുഹിയത്ത് അറുത്ത് കൊടുക്കൽ സുന്നത്താണ്. വൈൻ അഹ്ദ, അയാൾ ഹദിയ കൊടുത്തിട്ടുണ്ടെങ്കിലും ശരി. അതായത് ഹജ്ജിന് പോകുന്ന ആൾ ഹദിയ കൊടുക്കൽ സുന്നത്തുണ്ടല്ലോ നമ്മുടെ ഫിഖ് മസ്അല അനുസരിച്ച്. 1.5 കിലോ കഴിയുമെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം. അത് സാധിക്കുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് വാങ്ങണം. അത് സാധിക്കുന്നില്ലെങ്കിൽ മക്കയിൽ നിന്നിട്ട് വാങ്ങിയിട്ടെങ്കിലും ഒരു ഹദിയ, ഒരു ആട് അറുത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഹദിയ അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്, ആട് ഒന്ന് അറുത്തിട്ടുണ്ട്. എന്നാലും അത് വേറെ സുന്നത്താണ്, ഇത് വേറെ സുന്നത്താണ്. ഇത് കൊടുക്കൽ സുന്നത്തുണ്ട്. ഖിലാഫൻ ലിമൻ ശദ്ദ, ഒറ്റപ്പെട്ട ചില ആളുകൾക്ക് മാറായ സ്ഥിതിക്ക്, അതായത് ഹാജിനിക്ക് സുന്നത്തില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്, അവർക്ക് ഖിലാഫായിട്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് സുന്നത്തുൻ മുഅക്കദത്തുൻ, മുഅക്കദത്തായ സുന്നത്താണ്, മുഅക്കദായ ബലമായ സുന്നത്താണ്. പിന്നെന്തല്ല, അനഫികൾക്ക് ഇത് വാജിബാണ്, നമുക്കിത് വാജിബല്ല, നമുക്ക് സുന്നത്ത് മുഅക്കദയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ഹദീസുകൾ കൊടുക്കുകയാണ് ഇബ്നു ഹജർ തങ്ങൾ. എന്തിനു വേണ്ടി? ഹനഫി മദ്ഹബിൽ വാജിബാണെന്ന് അവർ സമർത്ഥിക്കുന്നത് കൊണ്ട് ഷാഫികളാകുന്ന നമുക്ക് സുന്നത്താണെന്ന് എനിക്ക് നിരവധി തെളിവുകളുണ്ട് എന്ന അർത്ഥത്തിൽ മഹാനവറുകൾ ചില ഹദീസുകൾ ഇവിടെ കൊടുക്കുന്നു. ഈ ഖബരി തിർമിദി, ഉമിർതു ബിൻ നഹർ, എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു നെഹ്റു കൊണ്ട്, അർത്തു കൊടുക്കൽ കൊണ്ട്. ഫസ്വല്ലി ലി റബ്ബിക വൻഹർ, അതാണ് കൽപ്പിക്കപ്പെട്ടത്, അർത്തു കൊടുക്കണം. അപ്പോൾ അമ്രാണ്, ഉജൂബിനാണ്, നബി തങ്ങൾക്ക് നിർബന്ധത്തിനാണ് എന്നർത്ഥത്തിൽ. ഓഹോ സുന്നത്തു ലക്കും, എങ്കിൽ അത് നിങ്ങൾക്ക് സുന്നത്താണ്, എനിക്ക് നിർബന്ധമാണ് എന്നർത്ഥത്തിൽ. അതുപോലെ ദാറഖുത്നി റിപ്പോർട്ടാക്കിയ ഹദീസിന് വേണ്ടി കുത്തിബ അലയ്യൻ നെഹ്റു, എൻ്റെ മേലെ ഇതിന് ഫർലാക്കപ്പെട്ടിരിക്കുന്നു. വലൈസ ബി വാജിബിൻ അലൈക്കും, നിങ്ങളുടെ മേലിൽ അത് നിർബന്ധമല്ല എന്ന്. വസ്വഹ, സ്വഹീഹായിരിക്കുന്നു. ഖബറു ലൈസ ഫിൽ മാലി ഹഖുൻ സിവ സകാത്തി, മുതലിൽ ഹക്കില്ല, നിർബന്ധമായ ഹക്കില്ല, സക്കാത്ത് ഒഴികെ. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ മുതലിൽ സക്കാത്ത് മാത്രമാണ് ഉജൂബാകുന്നത്, വേറെ നിർബന്ധമായ ഹക്കില്ല. അതുകൊണ്ട് പിന്നെ ഉളുഹിയത്ത് നിർബന്ധമാണെന്ന് പറയാൻ വകുപ്പില്ല എന്ന അർത്ഥത്തിലാണ്. വജാഅ ബി ഇസ്നാദിൻ ഹസനിൻ, ഹസനായ സനദോടുകൂടി വന്നിട്ടുണ്ട്.
അന്ന അബാബക്കരിൻ വ ഉമറ റളിയല്ലാഹു തആല അൻഹുമ, ഈ രണ്ട് മഹാന്മാർ, കാന അവർ രണ്ടാളുമായിരുന്നു, ലാ യുളഹിയാനി അവർ ഉളുഹിയത്തറുത്ത് കൊടുക്കാറുണ്ടായിരുന്നില്ല, മഖാഫത അൻ യറന്നാസു ഉജൂബഹ ജനങ്ങളത് നിർബന്ധമായി പോകുന്നതിനെ മനസ്സിലാക്കുന്നതിന് പേടിച്ചതിന് വേണ്ടി, നിർബന്ധമാണ് എന്ന് ജനങ്ങളതിനെ തെറ്റിദ്ധരിച്ചു പോകുമോ എന്ന് പേടിച്ചതിന് വേണ്ടി അവർ ഉളുഹിയത്തറുത്ത് കൊടുത്തിരുന്നില്ല. കണ്ടോ, ഉളുഹിയത്ത് കൊടുക്കാതെ മിണ്ടാതിരിക്കുന്നവർക്ക് തെളിവായിരിക്കും ഇത്. അപ്പോൾ ഏതിരുന്നാലും ഈ രണ്ട് മഹാന്മാർ ഉളുഹിയത്തറുത്ത് കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഉളുഹിയത്ത് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നമുക്ക് സ്ഥിരപ്പെട്ടു. അങ്ങനെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഖുലഫാഉർ റാഷിദീങ്ങൾ കൊടുത്തിനോ സ്വഹാബത്തിൽ നിന്ന് ആരെങ്കിലും കൊടുത്തിനോ എന്ന് നോക്കേണ്ട ആവശ്യം ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവർ രണ്ടാൾ ഉളുഹിയത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉളുഹിയത്ത് നിർബന്ധമില്ല എന്ന് പറയേണ്ടി വരും. ഇതെന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈദ് മിലാദിനെ പറ്റി നമ്മളൊക്കെ ചിലപ്പോൾ തെളിവ് പറയും ഹദീസൊക്കെ. അപ്പോൾ ഇവർ ചോദിക്കും അബൂബക്കർ സിദ്ദീഖ് തങ്ങളാക്കീന ഉമർ ഖത്താബ് ആക്കീന എന്ന് പറഞ്ഞിട്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടാൽ ഹദീസിലുണ്ടോ എന്ന് നോക്കേണ്ടതില്ലല്ലോ. ഹദീസ് കൊണ്ട് സ്ഥാപിതായതാണെങ്കിൽ അവിടെ ഖുർആനിലുണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യവും ഇല്ല. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചെയ്തിനോ എന്നെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നു എന്ന ഒരു വാദം അത് മണ്ടത്തരമാണ്. ഇരിക്കട്ടെ. ഇനി വയുവാഫിഖുഹു തഫ്വീലുഹാ ഫീ ഖബരി മുസ്ലിമിൻ ഇലാ ഇറാദത്തിൽ മുളഹി. വയുവാഫിഖുഹു ഈ പറഞ്ഞതിനോട് യോജിക്കുന്നു. ഹദീസുകളിലൊക്കെ സുന്നത്താണെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾക്ക് സുന്നത്താണ് നിർബന്ധമില്ല എന്നൊക്കെയാണല്ലോ ഇപ്പോൾ വിശദീകരിച്ചത്. അതിനോട് യോജിക്കുന്നു, ആശയത്തോട് യോജിക്കുന്നു. തഫ്വീലുഹാ മാ ദുക്കിറ മിനൽ അഖ്ബാരി, അതാണ് യുവാഫിഖൂന ലമീറുടെ ഷർവാനി എടുത്തത്. ഇരിക്കട്ടെ. പിന്നെ അപ്പോൾ ഈ പറയപ്പെട്ടതിനോട് യോജിക്കുന്നു. ഇതിനെ ഏൽപ്പിക്കൽ ഫി ഖബരി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ ഹദീസിൽ ആരിലേക്ക് പിന്നെ ചേർത്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്? ഇല ഇറാദത്തിൽ മുളഹി, മുളഹീൻ്റെ ഇറാദത്തിലേക്ക്. അതായത് ഒരാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉളുഹിയത്ത് കൊടുക്കട്ടെ. നിർബന്ധമായ കാര്യമാണെങ്കിൽ എന്താക്കൂല, അങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് പറയൂലല്ലോ. അതാണ് വൽ വാജിബു, ഒരു നിർബന്ധമായ കാര്യം ലാ യുഖാലു ഫീഹി, അതിൽ പറയപ്പെടൂല ദാലിക, ഇതിനെ ഏതിനെ മുളഹീൻ്റെ ഇറാദത്തിലേക്ക് ഇതിനുള്ള തഫ്വീദിനെ പറയപ്പെടൂല. അപ്പം അത് നിർബന്ധമാണ് എന്ന് നിർബന്ധമല്ല, സുന്നത്താണെന്ന് മനസ്സിലായി. ഇനി സുമ്മ ഇൻ തഅദ്ദദ അഹ്ലുൽ ബൈത്ത്, വീട്ടിൻ്റെ ആളുകൾ എണ്ണമായാൽ ഒന്നിലധികമുണ്ട് എങ്കിൽ കാനത്ത് ഉളുഹിയത്താകും സുന്നത്ത് കിഫായ, സുന്നത്ത് കിഫായാകും, എല്ലാവർക്കും സുന്നത്തായിട്ട് വരും. ആരെങ്കിലും ഒരാൾ ചെയ്താൽ ത്വലബ് വീടും. അതുകൊണ്ട് തന്നെ ഫതുജ്സിഉ മിൻ വാഹിദിൻ റഷീദിൻ മിൻഹും, അവരിൽപ്പെട്ടവർ റഷീദായ ഒരാൾ ചെയ്താൽ മതിയാകും, ഇജ്സ ഉണ്ടാവും, മതി, ത്വലബ് സാക്കിത്താവും. അങ്ങനെ തന്നെയാണല്ലോ സുന്നത്ത് കിഫായ ഫർള് കിഫായ എന്നൊക്കെ പറഞ്ഞാൽ. ലിമാ സ്വഹ അൻ അബി അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളെ തൊട്ട് സ്വഹീഹായി വന്നതിന് വേണ്ടി എന്ത് മൂപ്പര് കുന്നാ നുളഹി ബിശ്ശാത്തിൽ വാഹിദത്തി യദ്ബഹുഹാ അർറജുലു അൻഹു വഅൻ അഹ്ലി ബൈതിഹി. അപ്പോൾ സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞല്ലോ, ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ സുന്നത്ത് കിഫായയാണ്. സുന്നത്ത് കിഫായ ആകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഓരോരുത്തർക്കും ഓരോരുത്തർക്കും സുന്നത്തുമാണ്. അതേസമയത്ത് ഒരാൾ ചെയ്താൽ എല്ലാവരെ തൊട്ട് ത്വലബ് സാക്കിത്താവുകയും ചെയ്യും എന്നാണല്ലോ സുന്നത്ത് കിഫായ. അതിന് തെളിവാണ് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുന്നാൻ ഉളഹി, ഞങ്ങൾ ഉളുഹിയത്ത് അറുത്ത് കൊടുക്കാറുണ്ടായിരുന്നു, ബിശ്ശാത്തിൽ വാഹിദ, ഒരേ ആടിനെ ഉളുഹിയത്ത് അറുത്ത് കൊടുക്കും. ഒരേ ആടാണെങ്കിൽ ഇപ്പോൾ അതിൽ കൂറാകാൻ പറ്റൂലല്ലോ, ഒരാളെ തൊട്ട് മാത്രമല്ലേ കൊടുക്കുള്ളൂ. യദ്ബഹുഹ റജുലു, അതിനെ ഒരു പുരുഷൻ അറുക്കും, അവനെ തൊട്ടും വഅൻ അഹ്ലി ബൈതിഹി, അവൻ്റെ അഹ്ലികാരെ തൊട്ടും. വീട്ടിൻ്റെ അഹ്ലികാരെ തൊട്ട് അറുത്ത് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരാടിനെ 7 ആളെ തൊട്ട് അറുത്ത് കൊടുക്കുമെന്നല്ല, അത് പറ്റൂല. ആട് ഒരാൾക്ക് തൊട്ട് മാത്രമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇഷ്റാഖും ഫി സവാബ്, അവർക്കെല്ലാവരും കൂലിയിൽ കൂറാക്കുക എന്നുള്ളൊരു ഏർപ്പാടുണ്ട് ഉളുഹിയത്തിൽ. അതാണ് പിന്നെ അയാളുടെ കുടുംബത്തിൻ്റെ അഹ്ലികാരെ തൊട്ടും അയാൾ അറുത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഇതിൻ്റെ കൂലിയിൽ കൂറാക്കി എന്നാണ്.
ഓ ഇല്ല തഅദ്ദുദായില്ലെങ്കിൽ ഫ സുന്നത്തു ഐൻ, ഇത് സുന്നത്ത് ഐനാണ്. കുറേ ആളുണ്ടെങ്കിൽ സുന്നത്ത് കിഫായ, ഒരാളാണെങ്കിൽ സുന്നത്ത് ഐന്. വയുക്റഹു തർക്കുഹ, ഇതിനെ ഉപേക്ഷിക്കൽ കറാഹത്താക്കപ്പെടും. കാരണം സുന്നത്ത് മുഅക്കദയാണ്, വാജിബാണെന്ന് ഖിലാഫും ഉണ്ട്. വാജിബാണെന്ന് ഖിലാഫുള്ള ഒരു കാര്യത്തിന് ഉപേക്ഷിക്കൽ കറാഹത്താണെന്നാണല്ലോ. അതുകൊണ്ട് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതാ ലിൽ ഖിലാഫി ഫി ഉജൂബിഹ, അതിൻ്റെ ഉജൂബിൽ ഖിലാഫുള്ളതിന് വേണ്ടി, ഉജൂബിൽ ഖിലാഫുള്ള ഒരു കാര്യത്തിന് ഉപേക്ഷിക്കൽ കറാഹത്താണ്. അതുകൊണ്ട് ഇനി ഉപേക്ഷിക്കൽ കറാഹത്താണ്. ഒമിൻ ദമ്മ, അതുകൊണ്ട് തന്നെ ഉപേക്ഷിക്കൽ കറാഹത്ത, ഉജൂബാണെന്നതിൽ ഖിലാഫുള്ളത് കൊണ്ട് തന്നെ കാനത്ത് അഫ്ളല മിൻ സദഖത്തി തത്തവുഇ, സുന്നത്തായ സദഖിനേക്കാൾ ഇത് അഫ്ളലായിരിക്കുന്നു. കാരണം അവിടെ അത് ഉജൂബാണെന്നുള്ള ഖിലാഫില്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു ചർച്ച. വ ബഹസൽ ബുൽഖൈനിയു, ഇമാം ബുൽഖൈനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ബഹസ് ചെയ്തിരിക്കുന്നു. മൂപ്പരെ ബഹസിനിക്ക് അടിസ്ഥാനമാക്കിയത് എന്താണ്? അഖ്ദം മിൻ സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്തിൻ്റെ മസാലയിൽ നിന്നിട്ടാണ് മൂപ്പർ ബഹസ് നടത്തുന്നത്. അത് പിടിച്ചതിന് വേണ്ടി മൂപ്പരെന്താ ബഹസ് ചെയ്തത്? അന്ന നദ്ബഹ, ഈ ഉളുഹിയ്യത്തിൻ്റെ സുന്നത്ത് ലാ യതഅല്ലഖു, അത് ബന്ധിക്കുകയില്ല, ബിമൻ കാന ഹംലൻ, ഗർഭമായ ഒരു കുഞ്ഞിനോട്, ഗർഭത്തിലുള്ള കുഞ്ഞിനോട് ബന്ധിക്കൂല ഈ സുന്നത്ത്. എപ്പോ ഗർഭമായത്? അവ്വല വഖ്തിഹ, ഉളുഹിയ്യത്തിൻ്റെ വക്തിൻ്റെ ആദ്യം. അത് തുലൂഷംസ് ആണല്ലോ. തുലൂഷംസ് ഉണ്ടായിട്ട് 2 റക്അത്ത് ഖഫീഫായ 2 റക്അത്ത് നിസ്കരിക്കാനും ഖഫീഫായ നിലയ്ക്ക് 2 ഖുതുബ ഓതാനും ഉള്ള സമയം കഴിഞ്ഞാൽ ഏകദേശം ഒരു വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൂട്ടിക്കോളാം നമുക്ക്. 6:10 പിന്നെന്താണ് തുലു ആകുന്നതിൽ 6:15 എന്തായി? സമയം കടന്നു. അപ്പോൾ ആ സമയത്ത് അവ്വലുൽ വക്തിൽ കുഞ്ഞായി ഗർഭമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് എന്തില്ല? ഉളുഹിയ്യത്ത് സുന്നത്തില്ല എന്ന് ബഹസ് ചെയ്തു. വൈനിംഫസല അഖിബ ദുഖൂലി, അത് സമയം കടന്നതിൻ്റെ ശേഷം ഉടനെ കുഞ്ഞിനെ പ്രസവിച്ചു. 6:15 ഇതിൻ്റെ സമയം കടന്നു, ഉടനെ കുഞ്ഞിന് 6:15 അവലും ഇത് കുട്ടി പ്രസവിക്കും എന്ന് ആയിപ്പോയി എന്ന് വെച്ചോളാം. അല്ലെങ്കിൽ അതിൻ്റെ ശേഷം 1 മിനിറ്റ് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ പ്രസവിച്ചു. എന്നാലും ഈ കുഞ്ഞിനിക്ക് എന്തില്ല? ഉളിയത്ത് അറുത്ത് കൊടുക്കൽ സുന്നത്ത് ഇല്ല. അതിൻ്റെ പേരിൽ നേരത്തെ പറഞ്ഞല്ലോ, അബുനിക്കും ജദ്ദിനിക്കും എന്തുണ്ട്? അറുത്ത് കൊടുക്കൽ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഒലിൽ അബി നാംലിൽ വലി അൽ അബി അവിൽ ജദ്ദി എന്നൊക്കെ പറഞ്ഞില്ല, തളുഹിയത്തൻ മൗലി. അപ്പോൾ ഈ കുഞ്ഞിനെ തൊട്ട് എന്തില്ല? ഉളുഹിയത്ത് അറുത്ത് കൊടുക്കൽ അവിടെ സുന്നത്തായിട്ട് വരുന്നില്ല എന്ന ബഹസ് ആര് നടത്തി? ഇമാം ബുൽഖൈനി തങ്ങൾ ബഹസ് നടത്തി. പിന്നെ ഇബ്നു ഹജർ തങ്ങൾ പറയാണ്, സുമ്മ റഅയ്തുഹു, പിന്നെ ഇമാം ബുൽഖൈനി തങ്ങളെ ഞാൻ കണ്ടു, യഹ്തജ്ജ ഐളൻ, മൂപ്പര് തെളിവുടിക്കുന്നതായിട്ട് ബി ഖൗലിൽ അസ്ഹാബി, അസ്ഹാബിൻ്റെ ഒരു വാക്കുണ്ട്. എന്താ വാക്ക്? ആ വാക്കുകൊണ്ട് തെളിവുടിച്ചു. ലാ യുളഹ അമ്മാഫിൽ ബത്തുനി, പള്ളയിലുള്ള കുഞ്ഞിനെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കപ്പെടൂല. ഏതുപോലെ? കമാല തുഖ്റജ് അൻഹുൽ ഫിത്രത്തു, ആ കുഞ്ഞിനെ തൊട്ട്, പള്ളയിലുള്ള കുഞ്ഞിനെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കപ്പെടാത്തതുപോലെ ഉളുഹിയ്യത്തും അറുത്തു കൊടുക്കാനില്ല എന്ന് അസ്ഹാബ് പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൊണ്ട് മൂപ്പര് തെളിവും പിടിച്ചു. എന്തില്ല? കുഞ്ഞിനിക്ക് ഉളുഹിയ്യത്ത് അറുത്തു കൊടുക്കൽ സുന്നത്തില്ല. ഇൻതഹ, അസ്ഹാബിൻ്റെ വാക്ക് അവിടെ തീർന്നു. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വകഅന്നഹു, ഇമാം ബുൽഖൈനി തങ്ങൾ ലം യൻദുർ ഇലാ ഇഹ്തിമാലി അന്ന മുറാദഹും മാദാമ മുജ്തനൻ, അഥവാ അസ്ഹാബ് പറഞ്ഞെന്താണ്? അമ്മാഫിൽ ബത്തുനി ലാ യുളഹ അമ്മാഫിൽ ബത്തുനി, പള്ളയിലുള്ള കുഞ്ഞിനെ തൊട്ട് ഉളുഹിയ്യത്ത് അറുക്കപ്പെടൂല. കമാലാ തുഖ്റജ് അൻഹുൽ ഫിത്രത്തു, അതിനെ തൊട്ട് ഫിത്ർ സക്കാത്ത് കൊടുക്കപ്പെടാത്തതുപോലെ എന്ന് പറഞ്ഞു. ഇതാണല്ലോ അസ്ഹാബ് പറഞ്ഞത്. അപ്പോൾ അമ്മാഫിൽ ബത്തുനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധ്യത ഉണ്ടല്ലോ, ഒരു ഇഹ്തിമാലുണ്ട്. എന്ത്? അത് കുഞ്ഞിനെ പ്രസവിക്കാത്ത ഗർഭത്തിലുള്ള കുഞ്ഞായിരിക്കാൻ സാധ്യത ഉണ്ടല്ലോ. ആ കുഞ്ഞിനെ ഇപ്പോൾ പ്രസവിക്കപ്പെട്ട കുഞ്ഞല്ല, ഗർഭത്തിലുള്ള കുഞ്ഞ്, പ്രസവിച്ചിട്ടില്ല. അങ്ങനെ ആകാൻ സാധ്യതയില്ലേ അസ്ഹാബ് പറഞ്ഞതെനിക്ക്? കാരണം അവർ പറഞ്ഞത് അമ്മാഫിൽ ബത്തുൻ, പള്ളയിലുള്ള കുഞ്ഞിനെ തൊട്ട് അറുക്കപ്പെടൂല, ഉളുഹിയ്യത്ത് അറുത്ത് കൊടുക്കപ്പെടൂല. അപ്പം അത് പ്രസവിക്കപ്പെടാത്ത പള്ളയിലുള്ള കുഞ്ഞ് ആകാൻ ഒരു ഇഹ്തിമാലുണ്ടല്ലോ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം. പക്ഷെ ആ ഉദ്ദേശത്തിലേക്ക് ഇമാം ബുൽഖൈനി നോക്കിയില്ല. വകഅന്നഹു ലം യൻദുർ ഇലാ ഇഹ്തിമാലി അന്ന മുറാദഹും, അവരുടെ മുറാദ് മാദാമ മുജ്തനൻ, ആ കുഞ്ഞ് പള്ളയിലുണ്ടാകുന്ന കാലത്തൊക്കെ
അർത്ഥം കൊടുക്കപ്പെടൂല എന്ന് ആകാനുള്ള ഇഹ്തിമാലിലേക്ക് നോക്കിയില്ല. അവരുടെ ഉദ്ദേശത്തിൻ്റെ അവരുടെ മുറാദ് അതായിരിക്കാനുള്ള സാധ്യതയിലേക്ക് അവർ നോക്കിയില്ല. ഈ ബുൽഖൈന് നോക്കിയില്ല. എന്തുകൊണ്ട് നോക്കാൻ കാരണം ലി അന്ന തഷ്ബീഹ, അവിടെ തഷ്ബിയാക്കിയത് ഏതിനോടാണ്? കമാലാ തുഖ്റുജ് അൻഹുൽ ഫിത്രത്തു, ഫിത്ർ സക്കാത്ത് കൊടുക്കപ്പെടാത്തതുപോലെ. ഫിത്ർ സക്കാത്ത് കൊടുക്കാതിരിക്കലും പറ്റി ചർച്ച ആരാ? ഗർഭത്തിലുള്ള കുഞ്ഞിനെ പറ്റിയല്ലല്ലോ, പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പറ്റിയാണ്. പെരുന്നാളിൽ നിന്ന് പ്രസവിക്കപ്പെട്ട കുട്ടി ആ കുട്ടീനെ പറ്റിയാണുള്ള ചർച്ച. അതുകൊണ്ട് ആ തഷ്ബീഹിലേക്ക് നോക്കുമ്പോൾ ഇവിടെ പ്രസവിക്കപ്പെട്ട കുഞ്ഞാണ്, ഇത് പള്ളയിലുള്ള കുഞ്ഞല്ല എന്ന് വ്യക്തമാണ്. അതല്ല എന്നെ തഷ്ബീഹ ബി സക്കാത്തിൽ ഫിത്തർ, ഇവിടെ സക്കാത്തുൽ ഫിത്തറിനോട് തഷ്ബിയാക്കിയത് യറുദ്ദു ദാലിക്കതാക്ക, ആ ഇഹ്തിമാലിനെ റദ്ദ് ചെയ്യുന്നു. ഏത് ഇഹ്തിമാൽ? പള്ളയിൽ തന്നെ ഉള്ള കുഞ്ഞാകാനുള്ള ഇഹ്തിമാലിനെ റദ്ദ് ചെയ്യുന്നു. കാരണം തഷ്ബീഹ് ഫിത്ർ സക്കാത്തിനോടാണ്. ഫിത്ർ സക്കാത്തിൽ പറയുന്ന മസല ഏതാണ്? പെരുന്നാളിൻ്റെ അന്ന് പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പറ്റിയാണ്. അപ്പോൾ അന്ന് സമയം കഴിഞ്ഞ് പ്രസവിക്കപ്പെട്ട കുഞ്ഞ് തന്നെയാണ് ഇവിടെ ഉദ്ദേശം എന്ന് വ്യക്തമാണ്. ഖീല, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹിയ സുന്നത്തുൻ എന്നുള്ളത് ഹിയ ലമീർ മടങ്ങുന്നത് ഉലുഹിയത്തിലേക്കാണ്. അതിൻ്റെ ഖബറാണ് സുന്നത്ത്. അപ്പോൾ ഹിയ ഉലുഹിയത്തിൻ്റെ മൃഗം സുന്നത്താണ് എന്നർത്ഥം വരും. ഉലുഹിയത്തിൻ്റെ മൃഗം സുന്നത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ. അഹ്കാമുകൾ ബന്ധിക്കുന്നത് അയ്യാനുകളോടല്ല, അഫ്ആലുകളോടാണ് മുക്കല്ലഫിൻ്റെ. അപ്പോൾ ഉലുഹിയത്ത് അർക്കൽ സുന്നത്താണ് എന്ന് പറയാം, അല്ലാതെ ഉലുഹിയത്ത് മൃഗം സുന്നത്താണ് എന്ന് പറയുന്നത് എങ്ങനെ? അതാ പറയപ്പെട്ടു ഹിയ സുന്നത്തുൻ എന്നുള്ളത് ഗൈറു മുസ്തഖീമാണ് എന്ന് ആരോ പറഞ്ഞു. എന്തുകൊണ്ട്? ലി അന്നൽ ഉലുഹിയത്ത, ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ ഗൈറു തൽഹിയ, അത് തൽഹിയത്തല്ലാത്തതാണ്. കാരണം ഉലുഹിയത്ത് എന്ന് പറഞ്ഞാൽ ഉലുഹിയത്തിൻ്റെ മൃഗം എന്നാണ്. നിമാ യുദ്ബഹു മിനൻ നഅമി എന്നല്ലേ പറഞ്ഞത്. തൽഹിയത്ത് എന്ന് പറഞ്ഞാലോ ഉലുഹിയത്ത് അർക്കൽ എന്നാണ്. അപ്പോൾ തൽഹിയത്ത് വേറെ, ഉലുഹിയത്ത് വേറെ. അഹ്കാമുകൾ ബന്ധിക്കുന്നത് അഫ്ആലിനോടാണ്, അത് തൽഹിയത്താണ്. ഉലുഹിയത്ത് അത് മൃഗമാണ്, അതിനോട് ബന്ധിക്കുന്നില്ല. കമാ തഖറ, അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് ആരോ പറഞ്ഞു. പക്ഷേ വയുറദ്ദു, അതിനെ റദ്ദ് ചെയ്യപ്പെടും. എന്തുകൊണ്ട്? ബിഅന്ന ദിക്റൽ ഉലുഹിയ്യത്തി ഫി തർജമതി, കിതാബുൽ ഉലുഹിയ്യ എന്ന് പറഞ്ഞല്ലോ തർജമയിൽ, ഹെഡിങ്ങിൽ. അവിടെ ഉലുഹിയ്യത്തിനെ പറയൽ ദാലുൻ അറിയിക്കുന്നു അല അന്നൽ മുറാദ മിൻഹ, ഇവിടെയുള്ള മുറാദ് മാ യഉമുൽ അംറൈനി, രണ്ട് കാര്യത്തിനും കൂടി ഉൾക്കൊള്ളിക്കുന്നതാണ്. കാരണം കിതാബുൽ ഉലുഹിയ്യത്ത് മൂപ്പര് കിതാബ് ഇട്ടത് വെറും ഉലുഹിയ്യത്തിന് മൃഗത്തിനെ മാത്രം ചർച്ച ചെയ്യാനാ അല്ല, ഉലുഹിയ്യത്ത് അറക്കുന്ന ക്രിയനെ പറ്റിയും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ രണ്ട് വിഷയത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഉലുഹിയ്യത്ത് എന്നുള്ള മൂപ്പര് ചാപ്റ്റർ തന്നെ കൊടുത്തത്. കേവലം ഉലുഹിയ്യത്തിൻ്റെ മൃഗത്തിനെ പറ്റി ഏത് മൃഗം പറ്റും ഏത് പറ്റൂല എന്നുള്ള ചർച്ച മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എങ്ങനെ കൊടുക്കണം എങ്ങനെ അറക്കണം എന്നുള്ള ചർച്ചയുമുണ്ട്. അപ്പോൾ രണ്ട് കാര്യം ഉദ്ദേശിച്ചിട്ടാണ് കിതാബുൽ ഉലുഹിയ്യത്ത് എന്ന് മൂപ്പര് ഹെഡിങ് കൊടുത്തത്. അപ്പോൾ രണ്ട് അമ്രുണ്ട്, ഒന്ന് തൽഹിയ്യത്തുണ്ട്, മറ്റൊന്ന് ഉലുഹിയ്യത്തുണ്ട്, രണ്ട് അമ്രുണ്ട്. അപ്പോൾ ഫഅദൽ ലമീറ, അപ്പോൾ ലമീറിനെ മൂപ്പര് മടക്കി, ഹിയ എന്നുള്ള ലമീറിനെ മടക്കി അല അഹദിഹിമ, ആ രണ്ട് അമ്രിൽ നിന്ന് ഒന്നിൻ്റെ മേലെ, അഥവാ തൽഹിയ്യത്ത് എന്നുള്ളതിൻ്റെ മേലെ മടക്കി. എന്താ? ലുഹൂരിഹി, അത് വ്യക്തമാകുന്നതിന് വേണ്ടി. മീൻ കരീനത്ത് സിയാഖ്, സിയാഖിൻ്റെ കരീനത്തിൽ നിന്നിട്ട്, അത് ഇപ്പോൾ ഊക്കിൻ്റെ പോക്ക് എന്ന് പറയുമല്ലോ, അതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇസ്തിഖ്ദാമയിൽ വരുന്നു. ഫഫീഹി നൗ ഇസ്തിഖ്ദാം, ഇസ്തിഖ്ദാമിൻ്റെ ഒരു നൗ ഇനം അതിൽ വന്നു. ഇസ്തിഖ്ദാം നമ്മളൊക്കെ പഠിച്ചതാണല്ലോ മുഖ്തസറിലൊക്കെ. ഒന്നിനെ പിന്നെ ആദ്യം ഒന്ന് പറയും, അതിലേക്ക് ലമീർ മടക്കുമ്പോൾ വേറൊരു മാനൊക്കെ ഉദ്ദേശിച്ച് മടക്കും. ആ ഇസ്തിഖ്ദാം നൗൽ ഇസ്തിഖ്ദാം ഇവിടെ ഉണ്ട്. കാരണം ഇവിടെ രണ്ടാമത് ലമീർ മടക്കുമ്പോൾ എന്താക്കി? തൽഹിയ്യത്തിൻ്റെ മാന ഉദ്ദേശിച്ചിട്ട് ലമീർ മടക്കി. അതാണ് ഇവിടെ ഇസ്തിഖ്ദാം. ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോൾ അതുവരെ പിന്നെ ഇതുവരെ ഇവിടത്തേക്ക് നിർത്തുന്നു. ബാക്കി നാളെ നമുക്ക് ഇൻഷാ അല്ലാഹ് സൗകര്യം നാളെ